ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിട്ടോ. റൂമിലെത്തി പിന്നെ വൈകിട്ട് കുളിച്ച് പുറത്തോട്ട് ഇറങ്ങി പോകുന്നത് എൻ്റെ പമ്പുകൂടി തന്നെ കേട്ടോ. ഞാനൊരു കടയിലോട്ടോ പോണേ, കാരണം അവിടെ എൻ്റെ ഫോൺ ബില്ല് അടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഫോൺ ബില്ല് അടിക്കുന്ന കടയിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം വയ്യാൽ. പോണ വഴിക്ക് രണ്ട് സൈഡിലും നിറച്ചും തുണിക്കട കേട്ടോ. ശമ്പളം കിട്ടി കഴിഞ്ഞാൽ ഈ റോഡ് മൊത്തം ബ്ലോക്ക് ആയിരിക്കും. ഞാൻ പറഞ്ഞ കട ഇതാട്ടോ. കടന്റെ പേര് സീവിലുള്ളവർ കൂടുതൽ പമ്പിലൊക്കെ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കലുണ്ട് ഈ കറണ്ട് ബില്ലും ഫോൺ ബില്ലൊക്കെ എവിടെ അടിക്കലെന്ന്. അങ്ങനെയുള്ളവർക്ക് ഈ കടയിലോട്ട് വന്നാൽ മതി കേട്ടോ. ഇവിടെ വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, അതുപോലെ റീചാർജ് കാർഡ്, ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ വഡാഫോൺ, റെഡ് ബുള്ള് ഇങ്ങനത്തെ സിമ്മൊക്കെ ഉള്ളവർ കൂടുതലായിട്ട് കാർഡ് കിട്ടൂല, റീചാർജ് ചെയ്യാൻ അവർക്ക് ഇങ്ങനെ ബില്ലായിട്ടേ കിട്ടും കേട്ടോ. അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ സൂക്കിലുള്ളവരൊക്കെ ഈ കടയിലോട്ട് വന്നാൽ മതി. ഈ കടന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കേണ്ടത്. ഏതായാലും ഞാൻ അവിടെ വന്ന് എൻ്റെ ഫോൺ ബില്ലൊക്കെ അടിച്ച് നേരെ പള്ളിയിലോട്ടാണ് പോയത്. പള്ളി പോയി മഗ്‌രിബ് നിസ്കാരം നിസ്കരിച്ച് പിന്നെ ഞാൻ നേരെ സൻസിബാരിൻ്റെ ഒരു ഹോട്ടലിൽ പോയിട്ടു. അവിടെ പോയി ചപ്പാത്തി മേടിക്കാൻ വിചാരിച്ചു. പോയപ്പോൾ അവിടെ ചപ്പാത്തി ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നേരെ ബംഗാളി ഹോട്ടലിലാണ് പോയത്. ബംഗാളി ഹോട്ടലിൽ പോയിട്ട് തന്തൂരി റോട്ടിയൊക്കെ മേടിച്ച് നേരെ റൂമിലോട്ട് നടന്നിട്ടോ. പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിന്, അതൊക്കെ കണ്ട് നേരെ റൂമിലെത്തിയിട്ടോ.